തൃശ്ശൂരിലേക്കാണ്. ജില്ലയിലെ 13 മണ്ഡലങ്ങളിലും ഇത്തവണ പ്രവചനാതീതമായ പോരാട്ടമാണ് നടന്നത്. സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്താൻ LDF-ഉം ജില്ല തിരിച്ചുപിടിക്കാൻ UDF-ഉം ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചപ്പോൾ സുരേഷ് ഗോപിയുടെ ലോക്സഭാ വിജയത്തിന് പിന്നാലെ BJP ഉയർത്തിയ വെല്ലുവിളി പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട്. SS ശരൺ വിവരങ്ങൾ നൽകും. ശരൺ, 2021-ൽ 13-ൽ 12-ഉം LDF-നൊപ്പമായിരുന്നു. ഒരൊറ്റ സീറ്റ് മാത്രമാണ് UDF നേടിയത്. ലോക്സഭയിൽ സുരേഷ് ഗോപി നേടിയ വിജയം അത് വലിയ മുന്നേറ്റം ഇത്തവണ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നിയമസഭയിലും വിജയം ആവർത്തിക്കാൻ സാധിക്കുമെന്ന് BJP കരുതുന്നുണ്ട്. അപ്പോൾ തൃശ്ശൂരിൽ എന്ത് സംഭവിക്കും? തൃശ്ശൂരിൽ വിജയിച്ച് കയറിയെങ്കിൽ മാത്രമേ അത് ഏത് മുന്നണിയാണെങ്കിൽ പോലും കേരളം ഭരിക്കാൻ പോലും സാധിക്കൂ. കാരണം നിർണായകമായ 13 മണ്ഡലങ്ങളാണ്. ഷിഹാസ്, സംസ്ഥാനത്ത് ശക്തമായ മത്സരം നടന്ന ജില്ലകളിലൊന്ന് തന്നെയാണ് തൃശ്ശൂർ ജില്ലയും. തൃശ്ശൂർ ജില്ലയിൽ ഇത്തവണ 11 മണ്ഡലങ്ങളിലും ശക്തമായ മത്സരമാണ് നടന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 2 തവണയും LDF-നുണ്ടായിരുന്ന ആധിപത്യം ഇത്തവണയും അവർക്ക് ഉറപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. കഴിഞ്ഞ തവണ, അതായത് 2021-ൽ 13-ൽ 12 സീറ്റും അവർ നേടിയിരുന്നതാണ്. ഇത്തവണ 10-ൽ കുറയാത്ത സീറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് LDF ഉള്ളത്. ഇനി UDF-ന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് അവർ പ്രതീക്ഷിക്കുന്നത് 5-ൽ കൂടുതൽ സീറ്റുകളാണ്. NDAയും വലിയ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. NDA വിലയിരുത്തുന്നത് മിക്ക മണ്ഡലങ്ങളിലും നല്ല മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിന് പുറമെ 2 മണ്ഡലങ്ങളിൽ അവർ വിജയപ്രതീക്ഷയും പുലർത്തുന്നുണ്ട്. ഒന്ന് തൃശ്ശൂരാണ്, ഇതിന് പുറമെ മണലൂരും. എന്തായാലും NDAയുടെ സഖ്യകക്ഷികൾ മത്സരിച്ച മണ്ഡലങ്ങളിൽ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരെ സംബന്ധിച്ച് ആശങ്കയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായി മാറുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2 മണ്ഡലങ്ങളിൽ ഇത്തവണ ശക്തമായ ത്രികോണ മത്സരമാണ് നടന്നിരിക്കുന്നത്. നാട്ടികയും മണലൂരും. ഈ 2 മണ്ഡലങ്ങളും നാളെ വോട്ടെണ്ണുന്ന വേളയിൽ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളാണ്. യെസ്, അപ്പോൾ SS ശരൺ വിവരങ്ങൾ നൽകിയത് തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചാണ്.